ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ കുടുംബം ചിത്രം കണ്ടല്ലോ. ഈ കുടുംബ ചിത്രത്തിൽ ആരെല്ലാമാണുള്ളത്? ആരൊക്കെയുള്ളത്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുട്ടികളുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് ഏതാണ് കുട്ടിയെടുത്ത് പറഞ്ഞേക്കുന്നത്. അച്ഛനും അമ്മയും മക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്നതാണ് കുടുംബം. ഓരോ വ്യക്തിയും ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ അംഗമാണല്ലോ. നിങ്ങൾ എപ്പോഴാണ് ഈ കുടുംബത്തിലെ അംഗമായത്? ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു. സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബത്തിൻ്റെ പങ്ക് വലുതാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബം മാത്രമുള്ളത് മറ്റു ധാരാളം കുടുംബങ്ങളില്ലേ? ഇങ്ങനെ പല കുടുംബങ്ങൾ ചേരുമ്പോൾ സമുദായവും പല സമുദായങ്ങൾ ചേർന്ന് സമൂഹവും ഉണ്ടാകുന്നു. അപ്പോൾ വ്യക്തികൾ ചേർന്ന് കുടുംബം ചേർന്ന് സമുദായം ചേർന്ന് സമൂഹം. കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. സമൂഹത്തിലെ ചിട്ടകളും നോംസ്, മര്യാദകളും മാനേഴ്സ്, ജീവിത രീതികളും നാം ആദ്യമായിട്ട് പഠിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബമാണ്. സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നപ്പോൾ കുടുംബം എന്ന് പറയുന്നതിൽ ചിട്ടകളുണ്ട്, മര്യാദകളുണ്ട്, ജീവിത രീതികളൊക്കെ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമൊക്കെ നമുക്ക് പ്രൈമറി നീഡ്സ് എല്ലാം നിറവേറ്റുന്ന കുടുംബമാണ്. അതിൽ സ്നേഹവും സുരക്ഷിതത്വവും ആ കുടുംബം ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ സമൂഹ ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നത് വളർത്തുന്നതൊക്കെ കുടുംബത്തിൽ നിന്നാണെന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി മാസ്റ്റർ കവിത വായിക്കാം. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം എന്നിലൂടെ എന്നുള്ള കുഞ്ഞുണ്ണി മാഷിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഫാമിലി ട്രീനെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്ത്. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ അദ്ദേഹം തലമുറകളെ കുറിച്ച് പേര് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരുകൾ നമുക്കറിയണമെങ്കിൽ അതുപോലെ അവരുടെ മാതാപിതാക്കളുടെയും അമ്മയുടെയും മാതാപിതാക്കളുടെ പേരുകൾ അറിയാം. അങ്ങനെ ആ പേരുകൾ എഴുതി നോക്കാനാണ് ഇവിടെ കുടുംബവൃക്ഷം, ഫാമിലി ട്രീ. കുടുംബവൃക്ഷത്തിൽ നിന്ന് നിങ്ങളുടെ എത്ര തലമുറകളിൽ വരിക നിങ്ങൾക്ക് കിട്ടിയത്. ഇവയെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നതല്ല. കുടുംബ രൂപീകരണം നമുക്ക് നോക്കാം. ജനനം ഒരു വ്യക്തിയെ കുടുംബത്തിലെ അംഗമാക്കും നമ്മൾ നോക്കി. അപ്പോൾ കുടുംബത്തിലെ ചില അംഗങ്ങൾ രക്തബന്ധത്താൽ ഒന്നിച്ചവരാണ്. ഒരാൾ അച്ഛനോടും അമ്മയോടും സഹോദരനോടുള്ള ബന്ധം രക്തബന്ധമാണ്. എന്നാൽ വിവാഹത്തിലൂടെയും ആളുകൾ ബന്ധുക്കളാകാറുണ്ടില്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും വിവാഹം വഴിയല്ലേ കുടുംബത്തിൻ്റെ അംഗങ്ങളായത്. മക്കളില്ലാത്ത പല ദമ്പതികളും കുട്ടികളെ ദത്തെടുത്ത് വളർത്താറുണ്ട്. മുകളിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ കുടുംബം രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. രക്തബന്ധത്തിലൂടെ, പിന്നെ വിവാഹത്തിലൂടെ, ഇതൊക്കെ നമ്മൾ നോക്കി. ദത്തെടുക്കലൂടെ. ഇനി കുടുംബങ്ങൾ വിവിധ തരമുണ്ട്. അണുകുടുംബം, അതുപോലെ തന്നെ വിസ്തൃത കുടുംബം, പിന്നെ കൂട്ടുകുടുംബം. അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം. അണുകുടുംബത്തിൽ അച്ഛനും അമ്മയും കുട്ടികളും. വിസ്തൃത കുടുംബത്തിൽ എങ്ങനെയാണ് നോക്കിയേ? മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടാവും. കൂട്ടുകുടുംബത്തിൽ എല്ലാവരും പനിയന്മാരുടെ മക്കളും എല്ലാവരും ഒരു വീട്ടിലുള്ളേ. 3 കുടുംബങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കണ്ടല്ലോ. ഈ കുടുംബത്തിൽ നമ്മൾ വ്യത്യാസം എന്താണ്? ചിത്രം 1 അച്ഛനും അമ്മയും മക്കളും മാത്രമുള്ള കുടുംബത്തിനെയാണ് അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ചിത്രം 2 അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബങ്ങളുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. ചിത്രം 3 കുടുംബം എന്ന് പറയുന്നത് 3-4 തലമുറകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നത്. ഇതിനെ കൂട്ടുകുടുംബം, ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള 3-4 തലമുറകൾ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന വീടുകളിലുണ്ടോ? ഒരു അന്വേഷണം ആലോചിച്ചാലും. ഒരു അന്വേഷണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ കൂട്ടുകുടുംബങ്ങൾ, എക്സ്റ്റൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലികളുണ്ട്. നിങ്ങളുടെ വീട് ചുറ്റുമുള്ള 10 കുടുംബങ്ങൾ സന്ദർശിച്ച് അന്വേഷണം നടത്തി നോക്കൂ. നിങ്ങൾ സന്ദർശിച്ച കുടുംബത്തിൽ അംഗങ്ങളുടെ എണ്ണം പരിശോധിക്കുക. അതുപോലെ തമ്മിലുള്ള ബന്ധം, തലമുറകളുടെ എണ്ണം തുടങ്ങിയവ പരിശോധിച്ച് എത്ര കുടുംബങ്ങളാണ് കുടുംബം, മിശ്രിത കുടുംബം, കൂട്ടുകുടുംബം എന്നിവയൊക്കെ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചിത്രങ്ങളിൽ ഓരോന്നും കണ്ടില്ലേ? വ്യത്യസ്ത രാജ്യങ്ങളിലെ കുടുംബങ്ങളുടെ ചിത്രങ്ങളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കുടുംബമുള്ളതെന്ന് നമുക്കറിയാം. ലോകത്തിലെ എല്ലായിടത്തും കുടുംബങ്ങളുണ്ട്. ദേശഭാഷകൾക്ക് അതീതമായി കുടുംബം എല്ലാ സമൂഹങ്ങളിലും നിലകൊള്ളുന്നു. ഇത് കുടുംബത്തിൻ്റെ ഒരു സവിശേഷതയാണ്. കുടുംബങ്ങളെ ഒന്നിച്ച് നിർത്തുന്ന ചില പല ഘടകങ്ങളാണ് സ്നേഹം, പരസ്പര ബഹുമാനം തുടങ്ങിയവയൊക്കെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് നോക്കുക. ഒരു വീട്ടിൽ ഉൾക്കൊള്ളാവുന്ന പരിമിതമായ അംഗങ്ങൾ കുടുംബത്തിലുണ്ടാവുള്ളൂ. ഈ കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ അതിൽ വീട്ടുജോലികൾ എന്തൊക്കെ? വീട്ടു പാചകം, തോട്ടം നനയ്ക്കൽ, തുണി കഴുകൽ, കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക, മുറ്റം വൃത്തിയാക്കുക, വീടൊക്കെ വൃത്തിയാക്കുക, ഇതൊക്കെ. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി പറയുമ്പോൾ 2 പേരും ചെയ്യണം എന്നൊക്കെ പറയാം.
പൂർത്തിയാക്കിയ പട്ടികയിൽ നിന്ന് വീട്ടുജോലികളിൽ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളും പങ്കാളികളാവുന്നത് ബോധ്യപ്പെട്ടല്ലോ. ഇങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ കുടുംബത്തിൽ കെട്ടുറപ്പിന് അനിവാര്യമാണ്. കുടുംബത്തിൻ്റെ സവിശേഷമായ ഉത്തരവാദിത്ത ബോധമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തവർ കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു സവിശേഷതയായിട്ടുള്ളൊരു ഉത്തരവാദിത്ത ബോധമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. കുടുംബത്തിന് മേൽപ്പറഞ്ഞ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ബിയും കോളവുമായി യോജിപ്പിക്കുക ദേശഭാഷകൾക്ക് അതീതമാണ് അല്ലേ. പരിമിതമായ വലുപ്പമാണോ വൈകാരിക ബന്ധങ്ങൾ ഉത്തരവാദിത്ത ബോധം. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ്, സ്നേഹം, വാത്സല്യം, സുരക്ഷിത ബോധം, ചുമതലകൾ നിർവഹിക്കൽ എല്ലായിടത്തും കുടുംബമുണ്ട്. കുടുംബത്തിലെ ധർമ്മങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയൊക്കെയല്ലേ. സാധാരണ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറുന്നത് കുടുംബത്തിലാണ്. നിങ്ങളുടെ മാതാപിതാക്കളും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്ന് പരസ്പര ആശ്രയത്വവും സഹകരണ മനോഭാവവും നല്ല വ്യക്തികളാക്കാൻ നമ്മെ സഹായിക്കുന്നു. നിങ്ങൾ ശിശുവായിരിക്കുമ്പോൾ പെരുമാറുന്നത് പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ശിശുവായിരിക്കുമ്പോൾ പെരുമാറ്റ രീതിയിലെ വൈതാമം നമുക്ക് പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണ് പോസ്റ്റർ നമുക്ക് നോക്കാം. ഓഗ്ബേൺ പറഞ്ഞതാണ്, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം. എപ്പോഴും അടി മാത്രമല്ല, ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഓഗ്ബേൺ ആണ്. അച്ചടക്കം, ഡിസിപ്ലിൻ, മര്യാദ, മാനേഴ്സ്, പങ്കുവയ്ക്കൽ, ഷെയറിങ് തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് സുഖമില്ലാതാകുമ്പോൾ വീട്ടിലേക്ക് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ വീട്ടിൽ കിട്ടുന്ന സുരക്ഷിത ബോധം നമുക്ക് മറ്റൊരിടത്തും പൂർണ്ണമായി ലഭിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ സുരക്ഷിതത്വം ലഭിക്കുന്ന കുടുംബമാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിൻ്റെ ധർമ്മമാണ്. ഇപ്പോൾ എന്തൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ കുടുംബത്തിൽ നിൽക്കും? സുരക്ഷിതത്വ ബോധം, സ്നേഹം, വാത്സല്യം, പെരുമാറ്റശീലങ്ങൾ, പിന്നെ എന്തൊക്കെയാണ്? അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ. ഇതൊക്കെ നമ്മളതൊന്ന് കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. മുകളിൽ കൊടുത്ത ചിത്രം നിരീക്ഷിക്കാം. ഇനി താഴെ പറയുന്ന ഉദാഹരണങ്ങൾ കുടുംബം നിർവഹിക്കുന്ന ധർമ്മം ഏതെന്ന് കണ്ടെത്തുക. നമിത സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. അവൾക്കുള്ള പഠനോപകരണങ്ങൾ അച്ഛൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ജോലിത്തിരകൾ മിന്നിൻ്റെ പിറന്നാളിന് അമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാസ് ഉണ്ടാക്കി കൊടുത്തു. മുതിർന്നവരെ ബഹുമാനിക്കുന്ന എല്ലാവരോടും സ്നേഹിതർ അപ്പൂപ്പൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. സ്കൂളിൽ പോകുമ്പോൾ അപകടത്തിൽ നിശ ആദ്യം ആവശ്യപ്പെടുന്ന വീട്ടിൽ പോകുന്നതാണ്. ഇത്രയും കാര്യം കുടുംബം എന്നുള്ളത് എന്താണെന്ന് നോക്കി, കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്ന് നോക്കി, അടിസ്ഥാന ആവശ്യങ്ങൾ, സംരക്ഷണം, പെരുമാറ്റശീലങ്ങൾ, വാത്സല്യം, സ്നേഹം, അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കലൊക്കെ. പിന്നെ അതുപോലെ കുടുംബ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പ്രത്യേകതകൾ നോക്കി. 3 തരത്തിലുള്ള കുടുംബം: ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റൻഡഡ് ഫാമിലി, ജോയിൻറ്റ് ഫാമിലി, അണുകുടുംബം, വിസ്തൃത കുടുംബം, അതുപോലെ തന്നെ കൂട്ടുകുടുംബം എന്നുള്ള 3 കുടുംബങ്ങളും ഉണ്ടെന്ന് നമുക്ക് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിലാണ്. താങ്ക് യു.